ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കാണുന്ന ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ 4ആക്കി മടക്കിയിട്ട് കോണോട് കോൺ മടക്കിയിടുന്നുണ്ട്. അതിനുശേഷം അളവുകൾ എടുക്കാൻ തുടങ്ങുകയാണ്. ആദ്യം യോക്ക് പോർഷൻ്റെ ഇടവണ്ണമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. പാവാട പീസിൽ 2 മീറ്റർ തുണി മാത്രം ആയതുകൊണ്ട് തന്നെ ആദ്യം പാവാട പീസ് മുറിച്ചിട്ട് ശേഷമേ ബാക്കിയുള്ള പീസിൽ നിന്നാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാവാട പീസ് ഒരു 28 ഇഞ്ച് ഇറക്കത്തിൽ തയ്യൽ തുമ്പടക്കം ഒരു ക്രോസായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് അടയാളം കൊടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട്. മുകളിൽ യോക്ക് പോർഷൻ്റെ ഇടവണ്ണം 8 ഇഞ്ചാണ്. തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 40 ഇഞ്ച് ഇറക്കമുള്ള ഒരു സ്ലീവ്ലെസ് അംബർല കുർത്തി പോലത്തെ ഒരു ടോപ്പാണ്. അതിനായിട്ട് അതിൻ്റെ ബാക്കിയുള്ള പീസിൽ ഞാൻ യോക്കിന് വേണ്ടിയിട്ട് 9 ഇഞ്ചിൽ മടക്കി ഇട്ടിട്ടുണ്ട്. ഷോൾഡർ വന്നിട്ട് ഒരു 3 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. കൈക്കുഴി വന്നിട്ട് ഒരു 5, കഴുത്തിറക്കം ഒരു 5.5 ഇങ്ങനെ അളവെടുത്തിട്ട് അതൊന്നൊരു ചതുരമായിട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നെ സൈഡിലൊരു ഷേപ്പൊക്കെ കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കഴുത്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ പോർഷൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറങ്ങാണി സ്റ്റിച്ച് ചെയ്ത് ഒന്നും കൂടെ അടിക്കണം. ഇനി ഈ പോർഷൻ ഇത്രയും വീതിയിൽ മടക്കണമെങ്കിൽ അങ്ങനെ മടക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അടിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, വളരെ എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്തിട്ട് കാണിച്ചു തരാം. കൈക്കുഴി നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് സ്ലീവ് ഇല്ലാത്ത ടോപ്പാണല്ലോ. 2 കൈക്കുഴിയും ഇതേപോലെ തന്നെ ക്രോസ് വെച്ചിട്ട് മറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് 2 ഭാഗവും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. അതിന് ശേഷം നമ്മൾ ഷേപ്പിന് വേണ്ടി ടക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-4 ഭാഗത്ത് ടക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കും ഫ്രണ്ടിലും ഈ 2 ടക്ക് വീതം നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നടുക്കൂടെ ഒരു ചുരുക്കിട്ടിട്ട് ഒരു ഫ്രില്ല് പോലെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ ആദ്യം ഞാൻ ടക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഞാനത് ടക്ക് ഇട്ടത്. പിന്നെ അത് 2 ഭാഗവും കൂടെ സൈഡ് ജോയിൻ ചെയ്യണം. ആ ജോയിൻ ചെയ്യുമ്പോൾ 2 വള്ളിയും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. വള്ളിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഷേപ്പിന് കെട്ടി വെക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വള്ളി വെക്കുന്നത്.
അപ്പോൾ ആ വള്ളിയും കൂടി അടിച്ചതിന് ശേഷം 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ പാവാട പീസ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചിങ്ങാണിത്. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്റ്റിച്ചിങ്ങാണിത്. കട്ടിങ്ങും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. തുടക്കക്കാർക്ക് പോലും ഇത് വേഗം ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.